നിങ്ങൾ നോക്കൂ, മുസ്ലിം സമൂഹം ഈ വഹാബി തീവ്ര സ്വഭാവത്തിലുള്ള ചിന്തകൾ കടന്നു വരുന്നതിന് മുൻപ് കർബല അവരുടെ ഒരു നൊമ്പരവും പ്രചോദനവുമായി കൂടെ കൊണ്ടു നടന്നിരുന്നു. നമ്മുടെ പ്രഭാഷണങ്ങളിൽ, നമ്മുടെ വഴുതുകളിൽ, ഉറുദികളിലെല്ലാം കർബല ഒരു വിഷയമായിരുന്നു. കർബലയെക്കുറിച്ച് പാട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെയും പിൽക്കാലത്തൊരു തെറ്റുപോലെ, ഒരു കുറ്റം പോലെ. ഇമാം ഹുസൈന്റെ പേര് പറയുന്നത് കുറ്റമാണ്, ഇമാം അലിയുടെ പേര് പറയുന്നത് ഒരു കുറ്റമാണ്, ഫാത്തിമ ബിവിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ഷിയയാണ്. ഇങ്ങനെ ആരാണ് നമ്മെ കൊണ്ടുചെന്നെത്തിച്ചത്? നോക്കൂ മുസ്ലിം സമൂഹം, നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളും കുടുംബങ്ങളും എടുത്തു നോക്കൂ. അലി ഇല്ലാത്ത വീടില്ല. ഹസൻ എന്ന പേരുള്ള, ഹുസൈൻ എന്ന പേരുള്ള, ഹൈദർ എന്ന പേരുള്ള, ഫാത്തിമ എന്ന പേരുള്ള ഒരാളെങ്കിലും ഇല്ലാത്തൊരു വീടുമില്ല. നമ്മുടെ ആരുടെയും വീട്ടിലൊരു മുആവിയ ഇല്ല. നമ്മുടെ ആരുടെയും വീട്ടിലൊരു യസീദ് ഇല്ല. നമ്മുടെ ആരുടെയും വീട്ടിൽ അബൂ സുഫിയാൻ ഇല്ല. മുസ്ലിം സമൂഹം ചരിത്രപരമായി അകറ്റി നിർത്തിയതാണ് ഈ വഞ്ചകന്മാരെ, ഈ ചതിയന്മാരെ, ഈ ക്രൂരരായ സമൂഹത്തോട് എക്കാലവും അധർമ്മത്തിലേക്ക് നയിക്കുന്ന ഈ ക്രൂര മനസ്സിനെ നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ട്.